ശശികല ടീച്ചർ ഈ വിഷയത്തിൽ ഒന്ന് പലരെയും ആശങ്കപ്പെടുത്തിയിരുന്നു. മാഘമഹോത്സവത്തിനെത്തിയ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം എന്നുള്ളത് അത് ആ പ്രദേശത്തെ ഇതര മതസ്ഥരുടെ അടക്കം പിന്തുണയോടുകൂടി വലിയ വിജയമായി നടപ്പിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നത് ഒരുപാട് പേരെയാണ്. ശശികല ടീച്ചർ, കാരണം നമുക്കറിയാം മാഘമഹം നടന്ന സമയത്ത് അവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളുടെയും നിസ്സീമമായ സഹകരണം അതിലുണ്ടായിരുന്നു. ഇവിടെ ഒരു വിഭാഗം, ഒരു ചെറിയ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാം, പക്ഷെ അവർ ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല. അവർ ചെയ്യുന്ന ദ്രോഹം ഇതര മതസ്ഥരോട് മാത്രമല്ല, മറിച്ച് അവരുടെ മതസ്ഥരോട് കൂടിയാണ്. അവര് ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത്, കുടുംബമായി വിദ്യാഭ്യാസമായി തൊഴിലെടുത്ത് ജീവിക്കുന്നത്, അത് ഇവരുടെ വരട്ട് മതതത്വങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ തീവ്രവാദത്തിന് ഇസ്ലാമിക സമൂഹത്തെ പലപ്പോഴും അവരെയാണ് ഏറ്റവും കൂടുതൽ പെടുന്നത്. അപ്പോൾ 1921 മാപ്പിളലഹളയാണെങ്കിലും ഇതുവരെ ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവവും ഇസ്ലാമിക സമൂഹത്തെയാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് മലപ്പുറത്ത് ജയിക്കുമോ എന്ന സംശയം വേണ്ട. കാരണം മലപ്പുറത്ത് ഇപ്പോൾ വളരെ ശാന്തമായി അല്ലെങ്കിൽ വളരെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരുന്ന വലിയൊരു ഇസ്ലാമിക വിഭാഗമുണ്ട്. അവരുടെ പിന്തുണയായിരുന്നു മാഘമക മഹോത്സവത്തിനടക്കം എല്ലാ കാര്യങ്ങളിലും നടന്നിരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അവിടെ ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നു. വലിയ പിന്തുണ അവിടുത്തെ എല്ലാ സമുദായത്തിന്റെയും ഉണ്ടായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളടക്കം അവിടെ നടന്ന അക്രമത്തെ അപലപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് സംശയം തോന്നുന്ന ഒരു വസ്തുത, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഈ ഇത്തരം ഐക്യത്തെയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പുരോഗമനത്തെയും ഒക്കെ എതിർക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമാണ് പലരും പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടാവുന്നത്. വളരെ കാര്യമായ ശ്രദ്ധ. കാരണം ഇത് ആർക്കും നല്ലതിനല്ല. ഒരാൾക്കും ഇത്തരത്തിൽ തന്നെ ഒരു വലിയൊരു നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ചിലരുടെ ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ആഘോഷങ്ങളിൽ ഇടയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മള് ഉത്തരേന്ത്യയിൽ കണ്ടു. അവിടെ മൊഹറം ആഘോഷവുമായി ബന്ധപ്പെട്ട് അവരിലെ തന്നെ സമൂഹങ്ങൾക്കിടയ്ക്ക് വെലിവെച്ചം അടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്നപ്പോൾ വലിയൊരു കൂട്ടക്കൊലയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആയിരങ്ങളെ ഒരു കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കാൻ എങ്ങനെയോ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ കൊണ്ട് അത് പാളിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. വലിയൊരു കൂട്ടക്കൊലയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത് സമാജത്തിന്റെ ശത്രുക്കളാണ്. ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിയുടെ എന്നല്ല, മൊത്തം എല്ലാ മനുഷ്യ സമുദായത്തിന്റെ ശത്രുക്കൾ എന്ന നിലയിൽ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണം. അതിന് അവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയം ഒരിക്കലും പ്രതിരോധം തീർക്കരുത്. അവിടെയാണ് ഇതൊക്കെ പാളിപ്പോകുന്നത്. കാരണം ഈ ഇസ്ലാമിക മതസംഘടനകളുടെ ഭരണ പങ്കാളിത്തം അവരെ ഒരുപക്ഷെ മുറ്റിൽ നിർത്തി അനുസരിപ്പിക്കാൻ ഈ തീവ്രവാദികൾക്ക് കഴിഞ്ഞാൽ അത് സർവനാശത്തിലേക്കായിരിക്കും ഫലം. അതുകൊണ്ട് നമ്മൾ കണ്ടു, മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫില് ജമാഅത്തെ ഇസ്ലാമിക്കാർ കൂടി. മുസ്ലിം ലീഗിന് വേണ്ടി വെള്ളം കോരിയും വിറകുവെട്ടാൻ ചെയ്യുന്നവർ പുറത്തു നിൽക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ബന്ധമുള്ളവർ വളരെ എളുപ്പത്തിൽ കയറിക്കൂടും. അപ്പൊ ഇത് കാണിക്കുന്നത് ലീഗ് അവരുടെ കൂടി അല്ലെങ്കിൽ ഈ ഭരണം അവരുടെ കൂടി ഒരു അടിമത്തത്തിലാണോ നടന്നു പോകുന്നത് എന്ന്. ആ നിലയിൽ ഈ അന്വേഷണം അട്ടിമറിക്കാതെ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ പോകുന്ന വിധത്തിൽ തന്നെ അതിൽ സത്യം കണ്ടെത്തണം. കാരണം ശാന്തിയും സമാധാനത്തോടെ പുലരണം. ലക്ഷക്കണക്കിന് ആളുകളാണ് മാഘമക മഹോത്സവത്തിന് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് തന്നെ എത്തിയത്. അപ്പൊ ഇനി അതിൽ കൂടുകയുള്ളൂ. അത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരമാണ് ഉയർത്തുക, അവരുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഉയർത്തുക, അവരുടെ തൊഴിലില്ലായ്മയ്ക്കാണ് പരിഹാരം ഉണ്ടാവുക. അതുകൊണ്ട് അത് നടത്തേണ്ടത് അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിന് വിഘാതമായി വരുന്ന ഏത് കാര്യവും അത് വളരെ സൂക്ഷ്മമായ അന്വേഷണം വേണം. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം എന്നതിലേക്കാണ് ഇത് കൊണ്ടുവെച്ചത്. ഒരു പക്ഷേ കേന്ദ്ര സേനയുടെ വരെ ശ്രദ്ധ പതിയേണ്ട വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.